നമസ്കാരം, ഏവർക്കും PSBDസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2021 ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. 2021 ഫെബ്രുവരിയിൽ പട്ടാള അട്ടിമറി നടന്ന ഇന്ത്യയുടെ അയൽ രാജ്യം മ്യാൻമർ. 2021 ഫെബ്രുവരിയിൽ പട്ടാള അട്ടിമറി നടന്ന ഇന്ത്യയുടെ അയൽ രാജ്യം മ്യാൻമർ. ഇന്ത്യയിലെ ആദ്യത്തെ വലിയ എയർ കണ്ടീഷൻഡ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വന്നത് ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ വലിയ എയർ കണ്ടീഷൻഡ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വന്നത് ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഇഗ്ലൂ കഫേ നിലവിൽ വന്നത് ഗുൽമാർഗ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇഗ്ലൂ കഫേ നിലവിൽ വന്നത് ഗുൽമാർഗ്. കേരളത്തിലെ ബീച്ചിലൂടെയുള്ള ഏറ്റവും നീളമേറിയ മേൽപ്പാലം നിർമ്മിച്ചത് ആലപ്പുഴ. കേരളത്തിലെ ബീച്ചിലൂടെയുള്ള ഏറ്റവും നീളമേറിയ മേൽപ്പാലം നിർമ്മിച്ചത് ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ തെർമൽ ഫീൽഡ് വികസന പദ്ധതി നിർമ്മിച്ചത് ലഡാക്കിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ തെർമൽ ഫീൽഡ് വികസന പദ്ധതി നിർമ്മിച്ചത് ലഡാക്കിൽ. 2021 ഫെബ്രുവരിയിൽ പട്ടാള അട്ടിമറി നടന്ന ഇന്ത്യയുടെ അയൽ രാജ്യം മ്യാൻമർ. ഇന്ത്യയിലെ ആദ്യത്തെ വലിയ എയർ കണ്ടീഷൻ ട്രെയിൻ ടെർമിനൽ നിലവിൽ വന്നത് ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഇഗ്ലൂ കഫേ നിലവിൽ വന്നത് ഗുൽമാർഗ്. കേരളത്തിലെ ബീച്ചിലൂടെയുള്ള ഏറ്റവും നീളമേറിയ മേൽപ്പാലം നിർമ്മിച്ചത് ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ തെർമൽ ഫീൽഡ് വികസന പദ്ധതി നിർമ്മിച്ചത് ലഡാക്ക്. 2020 മിസ് ഇന്ത്യ വേൾഡ് പട്ടം നേടിയത് മാനസ വാരണാസി. 2020 മിസ് ഇന്ത്യ വേൾഡ് പട്ടം നേടിയത് മാനസ വാരണാസി. കർണാടകയിൽ പുതുതായി രൂപീകരിച്ച 31ാമത് ജില്ലയാണ് വിജയനഗര. കർണാടകയിൽ പുതുതായി രൂപീകരിച്ച 31ാമത് ജില്ല വിജയനഗര. 2020 ഓക്സ്ഫോർഡ് സർവകലാശാല ഹിന്ദി വേർഡ് ആയി തിരഞ്ഞെടുത്തത് ആത്മനിർഭരത. 2020 ഓക്സ്ഫോർഡ് സർവകലാശാല ഹിന്ദി വേർഡായി തിരഞ്ഞെടുത്തത് ആത്മനിർഭരത. വാട്സാപ്പ് ആപ്ലിക്കേഷന് ബദലായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് സന്ദേശ്. വാട്സാപ്പ് ആപ്ലിക്കേഷന് ബദലായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ സന്ദേശ്. 2021 കേന്ദ്ര സർക്കാരിൻ്റെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചത് കാർട്ടൂണിസ്റ്റ് യേശുദാസൻ. 2020 കേന്ദ്ര സർക്കാരിൻ്റെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചത് കാർട്ടൂണിസ്റ്റ് യേശുദാസൻ. 2021 ദേവസ്വം ജ്ഞാനപ്പാന അവാർഡ് ലഭിച്ചത് KB ശ്രീദേവി. 2020 ദേവസ്വം ജ്ഞാനപ്പാന അവാർഡ് ലഭിച്ചത് KB ശ്രീദേവി. ഒന്നുകൂടി നോക്കാം. 2020 ഫെമിന മിസ് ഇന്ത്യ വേൾഡ് പട്ടം നേടിയത് മാനസ വാരണാസി. കർണാടകയിൽ പുതുതായി രൂപീകരിച്ച 31ാമത് ജില്ല വിജയനഗര. 2020 ഓക്സ്ഫോർഡ് സർവകലാശാല ഹിന്ദി വേർഡായി തിരഞ്ഞെടുത്തത് ആത്മനിർഭരത. വാട്സാപ്പ് ആപ്ലിക്കേഷന് ബദലായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ സന്ദേശ്. 2021 കേന്ദ്ര സർക്കാരിൻ്റെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചത് കാർട്ടൂണിസ്റ്റ് യേശുദാസൻ. 2021 ദേവസ്വം ജ്ഞാനപ്പാന അവാർഡ് ലഭിച്ചത് KB ശ്രീദേവി. ലോക വ്യാപാര സംഘടനയുടെ ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യ വനിത എൻഗോസി ഒഗാഞ്ചോ ഇവാല. ലോക വ്യാപാര സംഘടനയുടെ ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യ വനിത എൻഗോസി ഒഗാഞ്ചോ ഇവാല. ചൊവ്വ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ 5ാമത് രാജ്യം UAE. ചൊവ്വ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ 5ാമത് രാജ്യം UAE. ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. 2020 കേരള സർവകലാശാലയുടെ ONV പുരസ്കാരം ലഭിച്ചത് K സച്ചിദാനന്ദൻ. 2020 കേരള സർവകലാശാലയുടെ ONV പുരസ്കാരം ലഭിച്ചത് K സച്ചിദാനന്ദൻ. 2020 വിവർത്തന രത്ന പുരസ്കാരം ലഭിച്ചത് K മല്ലിക. 2020 വിവർത്തന രത്ന പുരസ്കാരം ലഭിച്ചത് K മല്ലിക. 2020 ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടം നേടിയത് ബയേൺ മ്യൂണിക്. 2020 ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടം നേടിയത് ബയേൺ മ്യൂണിക്. ഒന്നുകൂടി നോക്കാം. ലോക വ്യാപാര സംഘടനയുടെ ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യ വനിത എൻഗോസി ഒഗാഞ്ചോ ഇവാല. ചൊവ്വ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ 5ാമത് രാജ്യം UAE. ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13.
2020 കേരള സർവകലാശാലയുടെ ONV പുരസ്കാരം ലഭിച്ചത് കെ സച്ചിദാനന്ദൻ. 2020 വിവർത്തന രത്ന പുരസ്കാരം ലഭിച്ചത് കെ മല്ലിക. 2020 ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടം നേടിയത് ബയേൺ മ്യൂണിക്. രാജ്യസഭയുടെ പുതിയ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ. രാജ്യസഭയുടെ പുതിയ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ. വിവിധ സമൂഹ മാധ്യമങ്ങളിലായി ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ. വിവിധ സമൂഹ മാധ്യമങ്ങളിലായി ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ. 2021 സാഹിത്യ പ്രവർത്തക സംഘത്തിൻ്റെ അക്ഷര പുരസ്കാരം ലഭിച്ചത് സുനിൽ പി ഇളയിടം. 2021 സാഹിത്യ പ്രവർത്തക സംഘത്തിൻ്റെ അക്ഷര പുരസ്കാരം ലഭിച്ചത് സുനിൽ പി ഇളയിടം. 2019-20 മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ച പഞ്ചായത്ത് പാപ്പിനിശ്ശേരി. 2019-20 മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ച പഞ്ചായത്ത് പാപ്പിനിശ്ശേരി. ഒന്നുകൂടി നോക്കാം. രാജ്യസഭയുടെ പുതിയ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ. വിവിധ സമൂഹ മാധ്യമങ്ങളിലായി ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ. 2021 സാഹിത്യ പ്രവർത്തക സംഘത്തിൻ്റെ അക്ഷര പുരസ്കാരം ലഭിച്ചത് സുനിൽ പി ഇളയിടം. 2019-20 മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ച പഞ്ചായത്ത് പാപ്പിനിശ്ശേരി. മികച്ച നോവലിനുള്ള 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് എസ് ഹരീഷ്. മികച്ച നോവലിനുള്ള 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് എസ് ഹരീഷ്. സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യമായി തൂക്കിലേറ്റപ്പെട്ട വനിത ഷബ്നം അലി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി തൂക്കിലേറ്റപ്പെട്ട വനിത ഷബ്നം അലി. H5N8 പക്ഷിപ്പനി ബാധിച്ച് ലോകത്തിലെ ആദ്യ മനുഷ്യ അണുബാധയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത രാജ്യം റഷ്യ. H5N8 പക്ഷിപ്പനി ബാധിച്ച് ലോകത്തിലെ ആദ്യ മനുഷ്യ അണുബാധയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത രാജ്യം റഷ്യ. 1963 സംസ്ഥാന പദവി നേടിയതിനു ശേഷം ആദ്യമായി നിയമസഭയിൽ ദേശീയ ഗാനം അവതരിപ്പിച്ച സംസ്ഥാനം നാഗാലാൻഡ്. 1963 സംസ്ഥാന പദവി നേടിയതിനു ശേഷം ആദ്യമായി നിയമസഭയിൽ ദേശീയ ഗാനം അവതരിപ്പിച്ച സംസ്ഥാനം നാഗാലാൻഡ്. IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തുക ലേലത്തിൽ കളിച്ച കളിക്കാരൻ ക്രിസ് മോറിസ്. IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തുക ലേലത്തിൽ കളിച്ച കളിക്കാരൻ ക്രിസ് മോറിസ്. ഒന്നുകൂടി നോക്കാം. മികച്ച നോവലിനുള്ള 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് എസ് ഹരീഷ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി തൂക്കിലേറ്റപ്പെട്ട വനിത ഷബ്നം അലി. H5N8 പക്ഷിപ്പനി ബാധിച്ച ലോകത്തിലെ ആദ്യ മനുഷ്യ അണുബാധയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത രാജ്യം റഷ്യ. 1963 സംസ്ഥാന പദവി നേടിയതിനു ശേഷം ആദ്യമായി നിയമസഭയിൽ ദേശീയ ഗാനം അവതരിപ്പിച്ച സംസ്ഥാനം നാഗാലാൻഡ്. IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തുക ലേലത്തിൽ കളിച്ച കളിക്കാരൻ ക്രിസ് മോറിസ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന എയർ ഫിൽട്ടർ സ്ഥാപിക്കുന്നത് ചണ്ഡീഗഡിൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന എയർ ഫിൽട്ടർ സ്ഥാപിക്കുന്നത് ചണ്ഡീഗഡ്. തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് വളർന്നുവരുന്ന സാഹിത്യ പ്രതിഭകൾക്കുള്ള കൊൽക്കത്ത കൈരളി സമാജ പുരസ്കാരം ലഭിച്ചത് MR ആർച്ച. തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ വളർന്നുവരുന്ന സാഹിത്യ പ്രതിഭകൾക്കുള്ള കൊൽക്കത്ത കൈരളി സമാജം പുരസ്കാരം ലഭിച്ചത് MR ആർച്ച. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ മൊട്ടേര സ്റ്റേഡിയത്തിൻ്റെ പുതിയ പേര് നരേന്ദ്രമോദി സ്റ്റേഡിയം. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ മൊട്ടേറ സ്റ്റേഡിയത്തിൻ്റെ പുതിയ പേര് നരേന്ദ്രമോദി സ്റ്റേഡിയം. ജപ്പാനിൽ ആത്മഹത്യാ നിരക്ക് കുറയ്ക്കാൻ വേണ്ടി രൂപീകരിച്ച ഏകാന്തത മന്ത്രാലയത്തിൻ്റെ ആദ്യ മന്ത്രി ടെറ്റ്സുഷി സഗാമോട്ടോ. ജപ്പാനിൽ ആത്മഹത്യാ നിരക്ക് കുറയ്ക്കാൻ വേണ്ടി രൂപീകരിച്ച ഏകാന്തത മന്ത്രാലയത്തിൻ്റെ ആദ്യ മന്ത്രി ടെറ്റ്സുഷി സഗാമോട്ടോ. ഒന്നുകൂടി നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന എയർ ഫിൽട്ടർ സ്ഥാപിക്കുന്നത് ചണ്ഡീഗഡ്. തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ വളർന്നുവരുന്ന സാഹിത്യ പ്രതിഭകൾക്കുള്ള കൊൽക്കത്ത കൈരളി സമാജം പുരസ്കാരം ലഭിച്ചത് MR ആർച്ച. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ മൊട്ടേറ സ്റ്റേഡിയത്തിൻ്റെ പുതിയ പേര് നരേന്ദ്രമോദി സ്റ്റേഡിയം. ജപ്പാനിൽ ആത്മഹത്യാ നിരക്ക് കുറയ്ക്കാൻ വേണ്ടി രൂപീകരിച്ച ഏകാന്തത മന്ത്രാലയത്തിൻ്റെ ആദ്യ മന്ത്രി ടെറ്റ്സുഷി സഗാമോട്ടോ. 2021
ട്രീ സിറ്റി ഓഫ് ദി വേൾഡായി തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ നഗരം ഹൈദരാബാദ്. 2021 ട്രീ സിറ്റി ഓഫ് ദി വേൾഡായി തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ നഗരം ഹൈദരാബാദ്. രണ്ടാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൻ്റെ വേദി കർണാടക. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൻ്റെ വേദി കർണാടക. മധ്യപ്രദേശിലെ ഹൊഷങ്കാബാദിൻ്റെ പുതിയ പേര് നർമ്മദാപുരം. മധ്യപ്രദേശിലെ ഹൊഷങ്കാബാദിൻ്റെ പുതിയ പേര് നർമ്മദാപുരം. കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ആദ്യ ഫിഷറീസ് ഹബ്ബ് നിലവിൽ വരുന്നത് ഗോവ. കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ആദ്യ ഫിഷറീസ് ഹബ്ബ് നിലവിൽ വരുന്നത് ഗോവ. ഇന്ത്യയിലെ ആദ്യ കടലിനടിയിലെ തുരങ്കം നിർമ്മിക്കുന്നത് ബോംബെ. ഇന്ത്യയിലെ ആദ്യ കടലിനടിയിലെ തുരങ്കം നിർമ്മിക്കുന്നത് ബോംബെ. 2020-21 ഇന്ത്യയുടെ മികച്ച വ്യാപാര പങ്കാളിയായ രാജ്യം ചൈന. 2020-21 ഇന്ത്യയുടെ മികച്ച വ്യാപാര പങ്കാളിയായ രാജ്യം ചൈന. ഒന്നുകൂടി നോക്കാം. 2021 ട്രീ സിറ്റി ഓഫ് ദി വേൾഡായി തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ നഗരം ഹൈദരാബാദ്. രണ്ടാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൻ്റെ വേദി കർണാടക. മധ്യപ്രദേശിലെ ഹൊഷങ്കാബാദിൻ്റെ പുതിയ പേര് നർമ്മദാപുരം. കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ആദ്യ ഫിഷറീസ് ഹബ്ബ് നിലവിൽ വരുന്നത് ഗോവ. ഇന്ത്യയിലെ ആദ്യ കടലിനടിയിലെ തുരങ്കം നിർമ്മിക്കുന്നത് ബോംബെ. 2020-21 ഇന്ത്യയുടെ മികച്ച വ്യാപാര പങ്കാളിയായ രാജ്യം ചൈന. ഭൗമസൂചിക പദവി ലഭിക്കുന്നതിന് വേണ്ടി ഹിമാലയൻ പിങ്ക് സോൾട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രാജ്യം പാകിസ്ഥാൻ. ഭൗമസൂചിക പദവി ലഭിക്കുന്നതിന് വേണ്ടി ഹിമാലയൻ പിങ്ക് സോൾട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രാജ്യം പാകിസ്ഥാൻ. 2021 അന്യഗ്രഹ കാര്യത്തിനുള്ള ദേശീയ മന്ത്രാലയം ആരംഭിച്ച രാജ്യം നിക്കരാഗ്വ. 2021 അന്യഗ്രഹ കാര്യത്തിനുള്ള ദേശീയ മന്ത്രാലയം ആരംഭിച്ച രാജ്യം നിക്കരാഗ്വ. 2021 മികച്ച നടനുള്ള ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് അക്ഷയ് കുമാർ. 2020 മികച്ച നടനുള്ള ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് അക്ഷയ് കുമാർ. ഭർത്താവിൻ്റെ സ്വത്തിൽ ഭാര്യയ്ക്ക് സഹ ഉടമസ്ഥാവകാശം നൽകുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഭർത്താവിൻ്റെ സ്വത്തിൽ ഭാര്യയ്ക്ക് സഹ ഉടമസ്ഥാവകാശം നൽകുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 1,00,000-ലധികം ആളുകൾക്ക് രണ്ടാം ഡോസ് നൽകി കുത്തിവയ്പ് നടത്തിയ സംസ്ഥാനം കർണാടക. 1,00,000-ലധികം ആളുകൾക്ക് രണ്ടാം ഡോസ് നൽകി കുത്തിവയ്പ് നടത്തിയ ആദ്യ സംസ്ഥാനം കർണാടക. ഒന്നുകൂടി നോക്കാം. ഭൗമസൂചിക പദവി ലഭിക്കുന്നതിന് വേണ്ടി ഹിമാലയൻ പിങ്ക് സോൾട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രാജ്യം പാകിസ്ഥാൻ. 2021 അന്യഗ്രഹ കാര്യത്തിനുള്ള ദേശീയ മന്ത്രാലയം ആരംഭിച്ച രാജ്യം നിക്കരാഗ്വ. 2021 മികച്ച നടനുള്ള ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് അക്ഷയ് കുമാർ. ഭർത്താവിൻ്റെ സ്വത്തിൽ ഭാര്യയ്ക്ക് സഹ ഉടമസ്ഥാവകാശം നൽകുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 1,00,000-ലധികം ആളുകൾക്ക് രണ്ടാം ഡോസ് നൽകി കുത്തിവയ്പ് നടത്തിയ സംസ്ഥാനം കർണാടക. 2021 ഡിജിറ്റൽ ടെക്നോളജി സഭയുടെ ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ സ്ഥാപനം കൈറ്റ്. 2021 ഡിജിറ്റൽ ടെക്നോളജി സഭയുടെ ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ സ്ഥാപനം കൈറ്റ്. 2021 ഫെബ്രുവരിയിൽ സർക്കാർ ഭൂരിപക്ഷം തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന പ്രദേശം പുതുച്ചേരി. 2021 സർക്കാർ ഭൂരിപക്ഷം തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന പ്രദേശം പുതുച്ചേരി. ഒന്നുകൂടി നോക്കാം. 2021 ഡിജിറ്റൽ ടെക്നോളജി സഭയുടെ ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ സ്ഥാപനം കൈറ്റ്. 2021 ഫെബ്രുവരി സർക്കാർ ഭൂരിപക്ഷം തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന പ്രദേശം പുതുച്ചേരി. താങ്ക് യു.